ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിന് മുമ്പ് വലിയ ഇടവേളയുണ്ട്. 15-ന് രാജ്കോട്ടിലാണ് മൂന്നാം ടെസ്റ്റ് ആരംഭിക്കുന്നത്. 10 ദിവസത്തോളം ഇടവേള ലഭിക്കുന്നുണ്ട്. മൂന്നാം ടെസ്റ്റിന് മുന്നോടിയായി ഇംഗ്ലണ്ട് ടീം മിനി ക്യാമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ താരങ്ങൾ നിലവിൽ ക്യാമ്പുകളിലൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മിക്കവാറും ഇന്ത്യൻ താരങ്ങൾക്ക് ഇടവേള യാത്രകൾ ചെയ്ത് ആഘോഷിക്കാനാണ് സാധ്യത. എന്നാൽ ഇന്ത്യൻ താരങ്ങൾക്ക് പരമ്പര കഴിയുന്നത് വരെ ക്രിക്കറ്റിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ വലിയ തിരിച്ചടി നേടുമെന്ന് ഉറപ്പാണ്. ആദ്യത്തെ മത്സരത്തിൽ 28 റൺസിന് ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ 106 റൺസിന്റെ വിജയത്തോടു കൂടി ഇന്ത്യ മടങ്ങിവരവ് അറിയിച്ചു. എന്നാൽ ടീമിന്റെ ആകെ ബാറ്റിംഗ് പ്രകടനവും ബോളിംഗ് പ്രകടനവും മികച്ച നിലവാരത്തിലുള്ളതല്ല. 1-2 താരങ്ങളെ ചേക്കേറി മാത്രമാണ് ഇന്ത്യൻ ടീമിന്റെ വിജയം ഉറപ്പിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇടവേള സമയത്ത് ചില താരങ്ങൾ രഞ്ജി ട്രോഫിയിലടക്കം കളിക്കേണ്ടതായുണ്ട്. ഇത്തരത്തിൽ രഞ്ജി ട്രോഫി കളിക്കേണ്ട താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ താരം മുകേഷ് കുമാറാണ്. നിലവിൽ ഇന്ത്യ മുകേഷിനെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കുന്നത് മണ്ടത്തരമാണ്. ഏകദിന T20 ടീമിലേക്ക് പരീക്ഷിക്കാമെങ്കിലും ടെസ്റ്റ് ടീമിൽ കളിക്കാനുള്ള പാകം മുകേഷ് കുമാറിന് ആയിട്ടില്ല എന്നാണ് പല പ്രമുഖരും പറയുന്നത്. ഇംഗ്ലണ്ട് താരങ്ങൾ അനായാസം മുകേഷിനെ കടന്നാക്രമിക്കുന്നത് കണ്ടു. ഈ സാഹചര്യത്തിൽ മുകേഷിന് കൂടുതൽ ആത്മവിശ്വാസം കാട്ടേണ്ടതുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് മികച്ച ഫോം തെളിയിച്ച മുകേഷിന് തിരിച്ചുവരവ് നടത്താം. നിലവിലെ ഫോം വിലയിരുത്തുമ്പോൾ മുകേഷിന് ദേശീയ ടീമിൽ അവസരം നൽകാനാകില്ല. മികവ് കാട്ടുന്ന നിരവധി യുവ ബോളർമാരുടെ നീതികേടാണത്. അതുകൊണ്ട് മുകേഷ് കുമാർ രഞ്ജി കളിച്ച് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ താരം ഇന്ത്യയുടെ മധ്യനിര താരം ശ്രേയസ് അയ്യരാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശ്രമിച്ചാണ് ശ്രേയസ് കൂടുതലും പുറത്താവുന്നത്. ക്ഷമ കാട്ടാൻ താരത്തിനാകുന്നില്ല. ഷോർട്ട് ബോൾ ദൗർബല്യം തുടരുന്ന താരത്തിന് മികച്ച സ്പിന്നർമാർക്കെതിരെയും കാലിടറുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശ്രേയസ് അയ്യർ കൂടുതൽ പരിശീലനം നടത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവേള സമയത്ത് ശ്രേയസ് അയ്യറിന് രഞ്ജി ട്രോഫി കളിക്കുന്നതാണ് നല്ലത്. രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയാൽ ശ്രേയസ് അയ്യറിന് ആത്മവിശ്വാസം കൂടും. ഇന്ത്യ അത്ര പെട്ടെന്ന് തടയാൻ ആഗ്രഹിക്കാത്ത താരമാണ് ശ്രേയസ്. എന്നാൽ താരത്തിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണ്. രഞ്ജി ട്രോഫി കളിച്ച് മികച്ച ഫോം നിലവാരത്തിലേക്ക് എത്തേണ്ടത് ശ്രേയസിന്റെ ഭാവിയിലേക്കും വലിയ രീതിയിൽ ഗുണം ചെയ്തേക്കാം. അല്ലാത്ത പക്ഷം ഇടവേളയ്ക്ക് ശേഷം കളിക്കാൻ ഇറങ്ങുമ്പോൾ കൂടുതൽ കാലിടറാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ KS ഭരതാണ് മറ്റൊരു താരം. നിലവിൽ ഇന്ത്യൻ ടീമിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്ന താരങ്ങളിൽ ഒരാളാണ് ഭരത്. കിട്ടുന്ന അവസരങ്ങളൊന്നും വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ ഭരത്തിന് സാധിക്കുന്നില്ല. അതൊരു പക്ഷേ താരത്തിന്റെ ഭാവിയെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡ് കൊടുക്കുന്നതിനാണ് KS ഭരത് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്. രണ്ടാം ടെസ്റ്റിന് പരാജയപ്പെട്ടതോടുകൂടെ പുറത്താകലിന്റെ തൊട്ട് വക്കിലാണ് ഭരത് ഉള്ളത്. മൂന്നാം ടെസ്റ്റിൽ അവസരം ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. എന്നാൽ രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തി ഫോം നിലനിർത്തുകയാണെങ്കിൽ ഭരത്തിന് ടീമിൽ തുടരാനും സാധിക്കും. മൂന്നാം ടെസ്റ്റിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇന്ത്യൻ ടീമിൽ സംഭവിക്കില്ല. ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകാനും സാധ്യതയുണ്ട്.